പൂജ ഇന്ന് എവിക്റ്റ് ആവുമോ നാളെ എവിക്റ്റ് ആവുമോ എന്ന് നോക്കിയാണ് നമ്മൾ എല്ലാവരും ഇരുന്നത്, അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും ഇരുന്നത്. എന്തായാലും പൂജ അവിടെ ഒരു പ്രസൻസ് അറിയിച്ചു, അതുകൊണ്ട് തന്നെ പൂജ എവിക്റ്റ് ഒന്നും ആവത്തില്ല, അവസാനം വരെ പോകും. അത് രഞ്ജിനിയും ആ എവിക്റ്റ് ആക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു. ബട്ട് പൂജ എവിക്റ്റ് ആയി. പൂജ ഈ ഒരു സീസണിൽ അഗ്നി പരീക്ഷയിൽ ഇത്രയും ഫേമസ് ആയിട്ട് എവിക്റ്റ് ആയിരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്. ആ കൂട്ടത്തിൽ വന്ന അഗ്നി പരീക്ഷയിൽ വന്നിട്ടുള്ള ബാക്കി 39 പേർക്കും പൂജ അവിടെ നിലനിൽക്കും, പൂജ ആയിരിക്കും അത് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ബിഗ് ബോസിൽ കയറാൻ പോകുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ഒരു കാര്യം കൂടി എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, പ്രേക്ഷകരായിട്ടുള്ള നമുക്കും തോന്നിയിട്ടുണ്ടായിരിക്കും, രഞ്ജിനിക്ക് ഈ പൂജയോട് എന്തെങ്കിലും അഗ്രസീവ്നെസ് കൂടുതലുണ്ടോ, ഈഗോ ഹേർട്ടായോ, അല്ലെങ്കിൽ രഞ്ജിനിയെ തന്നെ ഈ പൂജയിൽ കാണുന്നത് കൊണ്ടാണോ രഞ്ജിനി ഇങ്ങനെ ഒരു അഡ്വൈസും ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഈ തോന്നലിന് അതൊന്നും ഒരു കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ബിഗ് ബോസ് അല്ല, ബിഗ് ബോസിന്റെ അഗ്നി പരീക്ഷയാണ്. ഇവിടെ ഈ രഞ്ജിനിക്കും ഈവൻ നമ്മുടെ ആങ്കർ ആയിട്ട് വന്നിരിക്കുന്ന റെനീഷയ്ക്കും അഖിൽ മാരാറിനും റിയാസിനും ഒക്കെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ ഒരു ഓഡിയൻസിൻ്റെ ഇടയിൽ, അതായത് നമ്മൾ പ്രേക്ഷകരുടെ ഇടയിൽ ഒരിക്കലും ഇവർ സെലക്ട് ചെയ്ത് വിട്ട ഈ ആൾക്കാർ തെറ്റിപ്പോയി എന്ന് പറയാൻ പറ്റരുത്, അങ്ങനെ തെറ്റിപ്പോയി എന്ന് പറയരുത്. ബിഗ് ബോസിൽ സെലിബ്രിറ്റീസ് വന്ന് മത്സരിക്കുമ്പോൾ, സെലിബ്രിറ്റീസ് വേഴ്സസ് ഈ പറയുന്ന സാധാരണക്കാർ വരുമ്പം, ഇവർ ഈ അഗ്നി പരീക്ഷയിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരു സാധാരണക്കാരന് തന്നെ കപ്പ് കിട്ടണം എന്ന് അവരിപ്പോഴേ ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഫിൽട്രേഷൻ ഇവിടെ നടക്കുന്നത്. ഇനി പൂജ ഇവിടുന്ന് അഗ്രസീവ്നെസ് കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ പൂജയ്ക്ക് ഒരു പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ ഒരു ഫാൻ ബേസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇവരതൊന്നും ഇവിടെ നോക്കുന്നില്ല, അങ്ങനെ വരാൻ അങ്ങനെ അനുവദിക്കുന്നുമില്ല. ഇനി പൂജയെക്കുറിച്ച് അടുത്തൊരു ചാപ്റ്റർ പറയാം. പൂജ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒന്ന് വിജയിച്ചു. അതായത് ഈ എവിക്ഷനോട് കൂടി പൂജ ഒരു ചർച്ചാ വിഷയമായി. അതുകൊണ്ട് തന്നെ 10 പേരുടെ അല്ലെങ്കിൽ ഒരു കുറേ പേരുടെ ആൾക്കാരുടെ ഇടയിൽ പൂജയ്ക്ക് ഒരു ഫെയിം ഒക്കെ കിട്ടി. അതായത് ടിക്കറ്റ് ടു ഫെയിം എന്ന് പറയുന്ന അഗ്നി പരീക്ഷയിൽ ഫസ്റ്റ് വിജയിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് പൂജയാണ്. പക്ഷെ ബിഗ് ബോസിലേക്ക് പൂജ പോകില്ല. അങ്ങനെയാണ് ഈ ഒരു എവിക്ഷൻ നടന്നിരിക്കുന്നത്. പിന്നെ നമ്മളെ കാണിക്കാത്ത, അതായത് കുറച്ച് 1 മണിക്കൂർ മാത്രമാണ് നമ്മൾ ഈ ഒരു അഗ്നി പരീക്ഷ കാണുന്നത്. അവിടെ ഇന്ന് ശരിക്കും പൂജ എന്താണ് ചെയ്തത്, എന്തുകൊണ്ടാണ് പൂജയോട് അഖിൽമാരാനും രഞ്ജിനിയും ഇത്രയ്ക്ക് ദേഷ്യപ്പെട്ട് പൂജ പൂജ എന്ന് സംസാരിക്കേണ്ട അവസ്ഥ ഉണ്ടായത് എന്ന് നമ്മൾ ആ എപ്പിസോഡിൽ കാണുന്നില്ല. കാണാത്തതിന് കാരണം അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു ടാസ്കിനകത്ത് ഫുഡ് വാരി വലിച്ച് കഴിച്ച് വോമിറ്റ് ചെയ്യുന്ന സീനൊക്കെ ഉണ്ട്. ഒരുപാട് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അത്രയ്ക്കൊന്നും നമ്മളെ കാണിക്കുന്നില്ല, വളരെ ഫിൽറ്റർ ചെയ്ത് പെട്ടെന്ന് ഈവൻ റിനീഷയുടെ ആങ്കറിങ്ങിനകത്തൊന്ന് പോലും കട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ജമ്പ് നമുക്ക് അറിയാൻ പറ്റും. ബാക്കി പെട്ടെന്ന് മാറ്റി പറഞ്ഞ് അങ്ങ് പോവാണ്. അത്രയും ഫാസ്റ്റായിട്ട് എടുക്കുന്ന ആ എപ്പിസോഡിനകത്ത് കാണിക്കേണ്ടതിനെ മാത്രം കാണിച്ച് ഇവിടെ ഏറ്റവും കൂടുതലും ഞങ്ങൾ ഫിൽറ്റർ ചെയ്യുന്നത് അവരുടെ പേഴ്സണാലിറ്റിയാണ്. ടാസ്ക് കളിക്കോ കളിക്കാതിരിക്കോ, പക്ഷെ ടാസ്കിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവർ ഈ ഷോയിൽ വളരെ എന്താ പറയുക, ശ്രദ്ധിച്ച് നിൽക്കുന്ന ആൾക്കാരെയാണ് വേണ്ടത്. അമൽ ഔട്ടായതിൻ്റെ റീസണും അവിടെയാണ്. അമൽ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അമൽ ആ ഓട്ടത്തിൽ ഇങ്ങനെ പോവുകയാണ്. എന്നിട്ട് അവസാനം ആൾക്കാർ അമലിനെ ഒന്ന് അറ്റാക്ക് ചെയ്ത് സംസാരിച്ചപ്പോഴത്തേക്കും ആ ടീമിലുള്ള ആൾക്കാരെ തിരിച്ച് അമൽ പ്രതികരിച്ചൊരു രീതി നമ്മൾ ആ ഒരു എപ്പിസോഡിൽ കാണുന്നുണ്ട്. ആ ഷർട്ട് ഊരി താൻ എന്തൊക്കെയോ ആണെന്ന് പറഞ്ഞൊരു ബോഡി ഷോ കാണിച്ചില്ലേ. രഞ്ജിനി അന്നേരം ഇരുന്ന് ചിരിച്ചു എങ്കിലും ഇഷ്ടപ്പെടത്തില്ല. അതല്ല ഇവിടെ വേണ്ടത്. ഇവിടെ നിങ്ങളുടെ ഗെയിമൊക്കെ കാണാൻ വേണ്ടിയിട്ടല്ല, പകരം ഇതിൽ ഏത് പേഴ്സണാലിറ്റി വേണം ചൂസ് ചെയ്യാൻ എന്നാണ്. ഇനി ശ്യാമിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഈ ശ്യാം, പൂജ, ഈ അൽഫിയാനാസോ ആ കുട്ടി, അതുപോലെ തന്നെ അനഘ, സോന, ഈ പറയുന്ന കുറച്ച് പേരുകളെ നമുക്കിങ്ങനെ പെട്ടെന്ന് ഓർത്തു വെക്കാൻ പറ്റുന്നുണ്ട്. ശ്യാമിനെ എസ്പെഷ്യലി. കാരണം രഞ്ജിനിക്ക് ശ്യാമിനെ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ശ്യാം ഒന്ന് ഒതുങ്ങി. ഈ ഒതുങ്ങുന്നത് എന്താണെന്ന് വെച്ചാലും, ഈ പൂജ കുറച്ച് ഓവർ ആവുന്നത് എന്താണെന്ന് വെച്ചാലും, ബിഗ് ബോസിന്റെ ഈ ഒരു അഗ്നി പരീക്ഷ തുടങ്ങിയിട്ട് വെറും 4 ദിവസമേ ആവുന്നുള്ളൂ, 4 എപ്പിസോഡേ ആവുന്നുള്ളൂ. ഇവരെ പരസ്പരം പേര് പോലും കറക്റ്റായിട്ട് പഠിച്ചിട്ടില്ല. ആൾക്കാരുടെ മുഖം റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിലും ഇവർക്ക് തന്നെ പരസ്പരം അറിയില്ല. പക്ഷെ ജഡ്ജസ് കറക്റ്റായിട്ട് എല്ലാവരുടെയും പേര് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ജഡ്ജസ് എല്ലാവരെയും നോട്ടീസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അവർ ഈ 40 പേരെയും പഠിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈവൻ ഈ പറയുന്ന കണക്ക് രഞ്ജിനിക്ക് പൂജയോട് പേഴ്സണൽ ഗ്രഡ്ജസ് അല്ല, പക്ഷെ പൂജയുടെ ആ ഒരു പേഴ്സണാലിറ്റി രഞ്ജിനി കുറച്ചുകൂടെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കാണുന്ന പൂജയേക്കാൾ കൂടുതൽ. ശ്യാമിലേക്ക് തന്നെ വരാം. ശ്യാമിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ശ്യാം വന്നപ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ട് ആ ഒരു പേഴ്സണാലിറ്റിയൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മത്സരാർത്ഥികളുടെ ഇടയിൽ നടക്കുന്ന പല ടോക്കിൻ്റെ ഇടയിലും ശ്യാം കുറച്ച് പിന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്.
ഇനി ആ പിന്നോട്ട് പോക്കം അത് മനസ്സിലായതുകൊണ്ട് തന്നെ ഇന്ന് കറക്റ്റ് വാർണിംഗ്, അതായത് ഈവൻ റിയാസ് ഉൾപ്പെടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ശ്യാം ഇനി ഇതിൽ നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് നീ വീട്ടിൽ പോകും എന്ന് തന്നെ പറയുന്നുണ്ട്. പക്ഷേ രഞ്ജിനിക്ക് ഇവർ ഫസ്റ്റ് ഡേ വന്ന ഒരു ശ്യാമിനെ കൊണ്ടുള്ള ഒരു ഇംപ്രഷനുണ്ട്. ആ ഇംപ്രഷൻ രഞ്ജിനിക്ക് ഇപ്പോഴും പോയിട്ടില്ല. അതുകൊണ്ടാണ് സത്യത്തിൽ ശ്യാം അവിടെ നിന്നുകൊണ്ട് പൂജയെ അങ്ങ് പുറത്താക്കിയത്. അങ്ങനെ പൂജയെ പുറത്താക്കുമ്പോൾ ഓഡിയൻസിനായിക്കോട്ടെ മറ്റ് മത്സരാർത്ഥികൾക്കായിക്കോട്ടെ ഇവരുടെ ഇടയിൽ അയ്യോ പൂജ പോയോ, ശ്യാം ഈ ഒരു പോയിന്റിൽ വന്നോ എന്ന ഒരു അവസ്ഥ വരും. ആ അവസ്ഥയെ തന്നെയാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. അതിൽ പൂജ സക്സസ് ആയിട്ട് തന്നെ പോയി എന്ന് നമുക്ക് പറയാം. പക്ഷെ പൂജ ഓവറായിരുന്നു, ഒരു സംശയമില്ല. നമുക്കിപ്പോഴേ പൂജ ഇങ്ങനൊരു ക്യാരക്ടർ കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ വെറുക്കും. അതല്ല അവിടെ വേണ്ടെന്നുള്ളത് പൂജ മനസ്സിലാക്കുന്നില്ല. എന്താ പറയുക, നമ്മൾ കഴിഞ്ഞ സീസണിൽ മസ്താനി പോയിട്ട്, മസ്താനി ഒരു വളരെ നല്ലൊരു ക്യാരക്ടറൊക്കെയാണ്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഒരുപാട് നല്ല പേഴ്സണാലിറ്റി ഒക്കെ ഉണ്ട് മസ്താനിക്ക്. പക്ഷേ മസ്താനിയുടെ ആ ഒരു നല്ല സൈഡ് നമ്മൾ തുടക്കം കണ്ടില്ല. അത് ഇതേ കണക്കാം, ഈ പൂജ കാണിച്ച കണക്കാം. ലാസ്റ്റ് മൊമെന്റ് പൂജ പോകുന്നതിന് തൊട്ട് മുമ്പ് പൂജ ആ ശ്യാമിനെ കുറിച്ച് പറഞ്ഞ കാര്യം വെച്ചിട്ട് എന്നെക്കാൾ നല്ല ഡിസേർവിംഗ് ആയിട്ടുള്ളത് ശ്യാമാണ്. കാരണം അത്രയും ദിവസം ഈ 2-3 ദിവസം കൊണ്ട് നമ്മൾ കേൾക്കുന്ന എന്തുവാ, പൂജ എന്ത് കാര്യം ഉണ്ടെങ്കിലും മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നു, സ്ട്രാറ്റജിയുടെ പേരും പറഞ്ഞിട്ട് മറ്റുള്ളവർക്കിട്ട് പണി കൊടുക്കുന്നു, പിന്നെ എന്തൊക്കെയാണ് അവിടെ കാണിച്ചെന്നുള്ളത് നമ്മളെ കാണിച്ചിട്ടുമില്ല. സോ ഈ പൂജ ലാസ്റ്റ് ടൈമിൽ ശ്യാമിനെ ഒന്ന് ഇത്തിരി പോസിറ്റീവാക്കി പറഞ്ഞപ്പോഴത്തേക്കും തന്നെ രഞ്ജിനി പറഞ്ഞു, ദേ ഈ സൈഡ് കൂടി ഞങ്ങൾക്ക് കാണണമായിരുന്നു. അതായത് നമ്മൾ നമ്മുടെ ക്യാരക്ടറിൽ അഗ്രസീവ്നെസ് വേണം, അതെല്ലാം കാണിക്കണം, വായി തോന്നിയതൊക്കെ വിളിച്ചു പറയണം, എല്ലാം വേണം, ഫണ്ണാണ്. പക്ഷെ ആ പറയുന്ന ഫണ്ണ് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും വാല്യൂ ഉള്ള ഒരു നല്ല കാര്യം കൂടെ വേണം. അവിടെ വേറെ കുറേ ആൾക്കാർക്ക് ആ ഒരു അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട്. ആ ഫുഡ് കഴിക്കുന്നിടത്ത് ബുദ്ധിമുട്ടുമ്പം അവരങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചവർ, പിന്നെ ഈ പറയുന്ന അവിടെ എന്തെങ്കിലും ഒരു ലാഗ് വന്നപ്പോൾ അടുത്ത ഗെയിം നന്നായിട്ട് ശ്രദ്ധിച്ച് കളിച്ചവർ, പേഴ്സണാലിറ്റി വൈസ് പ്രത്യേകിച്ചൊന്നും മിണ്ടാതെ, എന്നുവെച്ചാൽ ഒന്നും ഭയങ്കര സൈലൻ്റ് എന്നല്ല, പക്ഷെ എങ്കിലും അവർ ആ ഗെയിമിൽ നന്നായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരെയൊക്കെ അവരവിടെ നിലനിർത്തുന്നുണ്ട്. ഈ നിലനിൽക്കുന്ന ഈ ആൾക്കാരൊന്നും ഇവിടെ നിൽക്കാൻ പോകുന്നില്ല. ഇവരെയൊക്കെ എന്തായാലും തൊട്ടടുത്ത ദിവസം തന്നെ 4 പേര് വെച്ചൊക്കെ ഔട്ടാവാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു എപ്പിസോഡ് കംപ്ലീറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവരുടെ ഉദ്ദേശം ഈ പറഞ്ഞ നമുക്ക് ഇതിനകത്ത് വന്ന് ഫെയിം ആവുക, അല്ലെങ്കിൽ ചുമ്മാ കിടന്ന് അഗ്രസീവ് ആവുക ഒന്നുമല്ല. നന്നായിട്ട് ഗെയിം കളിച്ചിട്ടും കാര്യമില്ല. ഇതിനകത്ത് കംപ്ലീറ്റ്ലി ഈ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ ഇവർ 3 പേരും തീരുമാനിക്കും. അഖിൽ, റിയാസ്, രഞ്ജിനി ഇവർ തീരുമാനിക്കും ആര് നിൽക്കണം ആര് പോകണം എന്നുള്ളത്. പിന്നെ അവരുടെ ഒരു ടേക്ക് വരുന്നുണ്ട്. അതായത് അത് ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോയുടെ കൂട്ടത്തിലുണ്ട്. റിനീഷ, രഞ്ജിനി ഇവരെല്ലാവരും വന്നിട്ട് അവരെങ്ങനെയായിരിക്കും ഇതിനകത്ത് ജഡ്ജായിട്ട് അല്ലെങ്കിൽ ഇതിനകത്ത് ആങ്കറായിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് രഞ്ജിനി പറയുന്നുണ്ട്, ഇതുവരെ കണ്ടിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഒരു ജഡ്ജിനെയും പോലെ ആയിരിക്കത്തില്ല താൻ, പകരം കുറച്ച് റഫ് ആൻഡ് ടഫ്, അല്ലെങ്കിൽ ഇവിടെ വായി തോന്നിയത് വിളിച്ച് പറയും. ഓഫ് കോഴ്സ് ചീത്ത വിളിച്ചു, കോപ്പാണ് ആ വാക്ക് അവിടെ ഉപയോഗിച്ച് തന്നെ സംസാരിക്കുന്നുണ്ട്. സോ അത് എക്സ്പെക്റ്റ് ചെയ്താൽ മതി. ഈ എക്സ്പെക്റ്റേഷൻ നമുക്ക് പ്രൊമോ വന്നപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം പിന്നെ എനിക്ക് നിങ്ങളുടെ ഈ ഒരു കഥകൾ പറഞ്ഞു വരാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഇനി എന്തായാലും ശരി, ഞാൻ ഉണ്ടായിരിക്കും, ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നാളെ ഇനി ആരൊക്കെ എലിമിനേറ്റ് ആക്കാൻ പോകുന്നുണ്ട്, അതുപോലെ തന്നെ നാളത്തെ ടാസ്ക് എന്താണെന്ന് കൂടെ നമുക്കൊന്ന് കണ്ടറിയാം. എന്തായാലും കടുകട്ടിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പൂജയെക്കുറിച്ചുള്ള അഭിപ്രായമോ അതിൻ്റെ ഒപ്പം തന്നെ പൂജയോട് രഞ്ജിനി സംസാരിച്ച രീതിയെക്കുറിച്ചുള്ള അഭിപ്രായവും കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.